അപകട ഭീഷണി ഉയർത്തി എടൂർ ആനപ്പന്തി റോഡരികിലെ തെങ്ങ്. എടൂരിൽ നിന്നും ആനപ്പന്തിയിലേക്ക് പോകുന്ന പൊതുമരാമത്ത് റോഡിന്റെ സൈഡിൽ സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്താണ് റോഡിലേക്ക് വളഞ്ഞ പടുകൂറ്റൻ തെങ്ങ് നിൽക്കുന്നത്. എടൂർ സെമിത്തേരി കുന്നിന്റെ മുൻവശത്തായ റോഡിലാണ് ഏതു നിമിഷവും വട്ടം ഒടിഞ്ഞു വീഴാറായ നിലയിൽ തെങ്ങ് സ്ഥിതി ചെയ്യുന്നത്. വളരെ ഉയരം കൂടിയ തെങ്ങിന്റെ പകുതി ഭാഗത്തായി ഇരുമ്പ് തൂണ് ഉരഞ്ഞ് പകുതിയോളം മുറിഞ്ഞ നിലയിലാണ്. വഴിവിളക്കിനായി സ്ഥാപിച്ച ഇരുമ്പ് തൂണ് തെങ്ങിനോട് ചേർന്ന് നിൽക്കുന്നതിനാൽ കാറ്റത്ത് ആടി ഉലയുന്ന തെങ്ങ് ഈ തൂണിൽ ഉരഞ്ഞാണ് പകുതിയോളം മുറിഞ്ഞ നിലയിലായത്. നിലവിൽ വലിയ കാറ്റടിച്ചാൽ തെങ്ങ് വട്ടം ഒടിഞ്ഞ് വൈദ്യുതി ലൈനിലേക്കും എതിർവശത്തുള്ള വർക്ക്ഷോപ്പിന്റെ മുകളിലേക്കുമാണ് വീഴുക. ഗ്രാമപഞ്ചായത്തിൽ ഉൾപ്പെടെ പരാതി നൽകിയിട്ടുണ്ടെന്ന് വർക്ക്ഷോപ്പ് ഉടമകളും തൊഴിലാളികളും പറയുന്നു. എത്രയും വേഗം തെങ്ങ് മുറിച്ചു മാറ്റാൻ ദുരന്ത നിവാരണ കമ്മിറ്റി ഉത്തരവിടണമെന്ന ആവശ്യം ഉയർത്തുകയാണ്. തെങ്ങ് മുറിച്ചു മാറ്റിയില്ലെങ്കിൽ വൻ അപകടമാണ് ഇവിടെ പതിയിരിക്കുന്നത്. രാത്രിയും പകലും എന്ന ഭേദമില്ലാതെ നൂറുകണക്കിന് വാഹനങ്ങൾ ചീറിപ്പായുന്ന റോഡ് കൂടിയാണിത്. തെങ്ങ് ഇവിടെ വീഴാനായിട്ട് നിൽക്കാനായിട്ട് കുറേ നാളായി. ഇതിൻ്റെ ഉടമയോട് പറഞ്ഞിട്ട് യാതൊരു അനക്കവും ഇല്ല. പഞ്ചായത്ത് കംപ്ലയിൻറ്റ് കൊടുത്തു. ഇതിനെന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാകാം. പോലീസിൽ നിന്ന് പറഞ്ഞിട്ടാണ് ഇത് മുറിഞ്ഞ് പകുതി വീഴാനായിട്ടിരിക്കുകയാണ്. ഇവിടെ സ്കൂൾ കുട്ടികളെല്ലാം പോകുന്നുണ്ട്. അവരുടെ ദേഹത്ത് തേങ്ങായും മടലെല്ലാം വീഴുന്നുണ്ട്. ഈ സ്ഥല ഉടമയോട് പറഞ്ഞിട്ട് ഒരു പ്രതികരണവും ഇല്ല. എടൂർ ആനപ്പന്തി റോഡ്, ആനപ്പന്തി അങ്ങാടിക്കടവ് മെയിൻ ഹൈവേ. ഒരുപാട് വാഹനങ്ങൾ പോകുന്ന വഴിയാണ്. അതുപോലെ സ്കൂൾ കുട്ടികളും വൈകുന്നേരങ്ങളിൽ ഒരുപാട് സ്കൂൾ കുട്ടികൾ പോകുന്ന വഴിയാണ്. നമ്മൾ പരാതിപ്പെട്ടിട്ടുണ്ട്. ഒരാഴ്ച മുന്നേ പഞ്ചായത്ത് പരാതി കൊടുത്തിട്ടുണ്ട്. അവർ PWDക്ക് ഇതിൻ്റെ ഉടമയ്ക്ക് നോട്ടീസ് അയച്ചെന്ന് പറഞ്ഞത്. ഇത് അടിയന്തരമായിട്ട് ഇതിന് തീരുമാനം ഉണ്ടാവും. ഇത് എടൂരിൽ നിന്ന് ആനപ്പന്തിയിലേക്ക് പോകുന്ന പൊതുമരാമത്ത് വകുപ്പിൻ്റെ ഉടമസ്ഥയിലുള്ള റോഡാണ്. ഈ റോഡ് സൈഡിലാണ് ഇവിടെ വലിയ ഒരു തെങ്ങ് കടപുഴകി വീഴാൻ കണക്കിന് ഇപ്പോൾ നിൽക്കുകയാണ്. അതിൻ്റെ തൊട്ടതായി സ്ട്രീറ്റ് ലൈറ്റ് സ്ഥാപിച്ചിട്ടുണ്ട്. ആ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ അതിൻ്റെ തൂണ് അതിൽ ഉരഞ്ഞ് തെങ്ങിൻ്റെ പകുതിയോളം ഭാഗത്ത് നിന്ന് അത് മുറിഞ്ഞ് ഒടിഞ്ഞ് വീഴാറായി നിൽക്കുകയാണ്. പലതവണ അധികാരികളോട് പരാതിപ്പെട്ടിട്ടും ഈ ഒരു നടപടിയും ഇതുവരെ സ്വീകരിച്ചിട്ടില്ല എന്നുള്ളത്. ഇത് പൊഴിഞ്ഞു വീണാൽ നിരവധി വാഹനങ്ങൾ കടന്നു പോകുന്ന റോഡാണിത്. അതോടൊപ്പം തന്നെ ഇത് തൊട്ടടുത്തൊക്കെയായിട്ട് വീടുണ്ട്. ഇത് നേരെ മറിഞ്ഞു വീണാൽ വൈദ്യുതി ലൈനിന് തടസ്സം. അതോടൊപ്പം തന്നെ അതിൻ്റെ തൊട്ട് എതിർവശത്ത് ഒരു വർക്ക്ഷോപ്പ് പ്രവർത്തിക്കുന്നുണ്ട്. ആ വർക്ക്ഷോപ്പിൻ്റെ മുകളിലേക്കായിരിക്കും ഇത് മറിഞ്ഞു വീഴുക. അവിടെ അങ്ങനെ മറിഞ്ഞു വീണാൽ, അങ്ങനെ ഒടിഞ്ഞു വീണാൽ ഈ വർക്ക്ഷോപ്പിലുള്ള തൊഴിലാളികൾക്കുൾപ്പെടെ പരിക്ക് പറ്റാനും ഇത് നശിച്ചു പോകാനുമുള്ള ഒരു അവസ്ഥയാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് അധികാരികൾ എത്രയും പെട്ടെന്ന് വന്ന് ഇവരുടെ പരാതി നിലവിൽ പഞ്ചായത്തിൽ കൊടുത്തിട്ടുണ്ട്. ഇനി വില്ലേജിലും ഇവർ പരാതി കൊടുക്കാൻ വേണ്ടി തയ്യാറായി നിൽക്കുകയാണ്. എന്തായാലും എത്രയും പെട്ടെന്ന് ഇത് മുറിച്ചു മാറ്റിയിട്ടില്ലെങ്കിൽ, ഇത് ഒരു സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലാണ് ഈ തെങ്ങ് നിൽക്കുന്നത്. അത് ആ സ്വകാര്യ വ്യക്തിയുടെ ശ്രദ്ധയിലും ഇത് പെടുത്തിയിട്ടുണ്ട് എന്ന് ഈ വർക്ക്ഷോപ്പ് ഉടമയും അതോടൊപ്പം തന്നെ തൊഴിലാളികളും പറയുന്നുണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അധികാരികൾ ഇടപെട്ടുകൊണ്ട് ഈ തെങ്ങ് മുറിച്ചു മാറ്റി വലിയ അപകടം ഒഴിവാക്കണമെന്നാണ് ആവശ്യപ്പെടാനുള്ളത്. എടൂരിൽ നിന്ന് KB ഉത്തമൻ, ഏജന്റ് ന്യൂസ്. ഈ ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ അതിവിപുല ശേഖരവുമായി ഇവാന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കുഴിവേലിപ്പുറത്ത് ബിൽഡിംഗ്, മാർക്കറ്റ് റോഡ്, ചെമ്പേരി. സുനിത ഫർണിച്ചർ, താവക്കര, കണ്ണൂർ, ഉളിയിൽ, ഇരിട്ടി. സ്വർണം സ്നേഹമാണ്. MS ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മെയിൻ റോഡ്, ഇരിട്ടി.